कराग्रे वसति लक्ष्मी करमध्ये सरस्वती करमूले सदा गौरी प्रभारे करदर्शन रवये नमः भानवे नमः रवये नमः भानवे नमः समुद्रवसने देवी पर्वतस्तनमण्डिते विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्व मे മറ്റൊരു നല്ല ദിവസത്തിലേക്ക് സുസ്വാഗതം. ഈ ദിവസവും അനുഗ്രഹം തന്നെയാണ്. ഓരോ നിമിഷവും അനുഗ്രഹങ്ങളാണ്. ഓരോ ദിവസത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. പ്രത്യേകതകൾ, വിശ്വാസങ്ങൾ ഈ പ്രകൃതി നമുക്ക് വേണ്ടി കാത്തുരക്ഷിക്കുന്നു. അതല്ലാതെ തന്നെ ഋഷി പരമ്പരകൾ പറഞ്ഞു തന്ന പുണ്യങ്ങളും ഓരോ ദിവസത്തിനുമുണ്ട്. അതിൽ ഇന്നലെ മോഹിനി ഏകാദശിയാണ് എന്ന് നാം പറഞ്ഞു. മോഹിനി ഏകാദശിയുടെ പ്രത്യേകതകൾ മനസ്സിലാക്കുകയും ചെയ്തു. എന്നാൽ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? എല്ലാ മോഹിനി ഏകാദശി കഴിഞ്ഞു വരുന്ന അടുത്ത ദിവസത്തെ പരശുരാമ ദ്വാദശി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ പരശുരാമ ദ്വാദശി എന്താണ് എന്ന് മനസ്സിലാക്കുവാനാണ് ഇന്നത്തെ ഒത്തുചേരൽ. ഏതായാലും ദിവസത്തിൻ്റെ കാഴ്ചകൾ ആരംഭിക്കാം. ആദ്യം അമ്മയുടെ വാക്കുകൾ. അറിവമ്മ അലിവമ്മ അമൃതമ്മ അഖിലം നീ അന്നത്തെ ലക്ഷ്മിയായി കരുതി ഭക്തി ആദരപൂർവം വേണം സ്വീകരിക്കുവാൻ. അന്നം ബ്രഹ്മമാണ്. ആരുടെയും ഒന്നിൻ്റെയും കുറ്റവും കുറവും ഭക്ഷണം കഴിക്കുമ്പോൾ പറയുവാൻ പാടില്ല. ഭഗവത് പ്രസാദമായിട്ട് വേണം ഭക്ഷണം കഴിക്കുവാൻ. അമ്മയുടെ വാക്കുകളിലൂടെ അന്നത്തെ ലക്ഷ്മിയായി കരുതുവാനുള്ള പ്രാപ്തി നമുക്ക് ലഭിക്കട്ടെ. നാമജപത്തിന്റെ ഐശ്വര്യവുമായി ഭഗവതി ഹേശിതി കണ്ഠ കുടുംബിനി ഭൂരി കുടുംബിനി ഭൂരി കൃതേ. ഉപനിഷത്തിന്റെ പൊരുൾ തേടി സംവത്സരങ്ങൾ കഴിഞ്ഞാൽ പോലും അജ്ഞാനികൾക്ക് ഈശ്വരൻ എവിടെയാണെന്നറിയില്ല. ഭാഗവത കഥാസാരവുമായി ഭഗം എന്ന് പറയുന്ന ഗുണമുള്ള ഈശ്വരൻ ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചു. ഈശ്വര സന്നിധിയിൽ 1000 ദീപങ്ങൾ ഒഴിഞ്ഞ പുണ്യവുമായി നിങ്ങളുടെ സന്ധ്യാനേരങ്ങളെ ഭക്തിയുടെ നൈർമല്യതയിലേക്ക് കൈപിടിച്ചുയർത്തുന്നു സന്ധ്യാദീപം. ദിവസവും വൈകുന്നേരം 6:30.
വൈശാഖ മാസത്തിലെ പുണ്യ ദിവസമായ ഇന്ന് പരശുരാമ ദ്വാദശിയാണ് എന്നും പറയേണ്ടായി. എന്നാൽ അതുപോലെ തന്നെ ഇന്ന് രുക്മിണി ദ്വാദശിയാണ് എന്നും വിശ്വാസമുണ്ട്. കൃഷ്ണപത്നിയാവുവാൻ പുണ്യം ലഭിച്ച രുക്മിണി ദേവി ലക്ഷ്മിയുടെ അവതാരമാണ് എന്നാണ് സങ്കല്പം. രുക്മിണി ദേവി അവതരിച്ചത് അല്ലെങ്കിൽ രുക്മിണി ദേവി ജന്മം കൊണ്ടത് ഈ ദിവസമാണ് എന്ന വിശ്വാസമുള്ളത് കൊണ്ടാണ് രുക്മിണി ദ്വാദശി എന്ന ഈ ദിവസത്തെ വിശേഷിപ്പിക്കുന്നത്. ഭാഗവത പാരായണം ചെയ്യുന്നിടത്തെല്ലാം തന്നെ രുക്മിണി സ്വയംവരത്തിന് വലിയ പ്രാധാന്യമാണ്. ഭാഗവത പാരായണം നടത്തുന്നിടത്തെല്ലാം നാരായണീയം നടത്തുമ്പോഴുമൊക്കെ പാരായണം നടത്തുന്ന സമയത്ത് രുക്മിണി ഭാവത്തിന് പ്രാധാന്യം കൊടുക്കാറുണ്ട്. ഈ പ്രാധാന്യം കൊടുത്തുകൊണ്ട് രുക്മിണി സ്വയംവരം വലിയ പ്രദക്ഷിണമായി തന്നെ വെക്കാറുമൊക്കെ പതിവുണ്ട്. അപ്പോൾ രുക്മിണിക്കുള്ള പ്രാധാന്യം, വിശ്വാസങ്ങൾ വൈഷ്ണവർക്ക് രുക്മിണിക്കുള്ള പ്രാധാന്യം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. പല ക്ഷേത്രങ്ങളിലും ഇന്ന് രുക്മിണി വിവാഹം നടത്താറുണ്ട്. രുക്മിണി വിവാഹത്തിൻ്റെ കഥകൾ പറയാറുണ്ട്, ചൊല്ലാറുണ്ട്. അതുപോലെ തന്നെ രുക്മിണി ജന്മസ്ഥലങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചില ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും ഉണ്ട്. ദ്വാരകയിൽ രുക്മിണിയാൽ സ്ഥാപിക്കപ്പെട്ടൊരു ക്ഷേത്രമുണ്ട്. രുക്മിണി കൃഷ്ണ ക്ഷേത്രം എന്നാണ് അത് അറിയപ്പെടുന്നത്. ആ ക്ഷേത്രത്തിലും ഇന്ന് വളരെ വിശേഷാൽ പൂജകൾ നടക്കാറുണ്ട്. അപ്പോൾ ഇന്ന് രുക്മിണി ദ്വാദശിയാണ്, ഒപ്പം പരശുരാമ ദ്വാദശിയുമാണ്. ഇങ്ങനെ രണ്ട് പുണ്യങ്ങൾ ചേരുന്ന ഒരു ദിവസത്തിൻ്റെ ഞായറാഴ്ച നാൾ നാം ആഘോഷിക്കുകയും ആചരിക്കുകയും ചെയ്യുമ്പോൾ ഇനി കാണാം ധന്യമേ ദിനം. വർഷങ്ങൾക്ക് മുമ്പേ ചിന്മയാനന്ദ സ്വാമി കോഴിക്കോട് വന്നപ്പോൾ അദ്ദേഹം ഒരു മുറിയിലിരിക്കുന്നു. അദ്ദേഹത്തോട് ഏതാനും കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ കൂട്ടത്തിൽ ആരോ ഒരാൾ PR നായൻ്റെ കഥയെക്കുറിച്ചും നോവലിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ജനങ്ങളെ രസിപ്പിക്കലും ആവശ്യമാണ്. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നത് റിലാക്സ് ആണ്. പക്ഷെ രസിപ്പിക്കേണ്ടത് എങ്ങനെയാണ് എന്ന ചോദ്യമുള്ളൂ. നാം എന്ത് കാര്യവും ചെയ്യുന്നത് നമ്മുടെ സന്തോഷത്തിനാണ്. അപ്പോൾ സ്വാമിജി പറഞ്ഞു, ബോംബെ സമുദ്രതീരത്ത് ജനലക്ഷങ്ങളോട് സംസാരിക്കുമ്പോൾ ഗൗരവമുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോഴേക്കും ആളുകളുടെ മുഖഭാവം മാറും. നമുക്ക് ഗൗരവമുള്ള കാര്യം ഇടയ്ക്കൊന്നും പറയണ്ടേ? ക്ലാസ്സിൽ വന്നിട്ട് മാഷ് ടെക്സ്റ്റ് ബുക്കിനെ പറ്റി ഒന്നും പറയാതെ തമാശ മാത്രവും തലേ ദിവസം കണ്ട സിനിമയുടെ കഥയും പറഞ്ഞാൽ കുട്ടികൾക്ക് തൽക്കാലം ഇഷ്ടമായാലും സംഗതി അത് മതിയോ? അത് കുറച്ച് ശതമാനമല്ലേ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹം ഗൗരവമുള്ള കാര്യം പറയുമ്പോൾ ആളുകൾ മണലെടുത്തിട്ട് ഇങ്ങനെ അമ്മാനാടും. അപ്പോൾ സ്വാമിജിയുടെ വീക്ഷണത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ അച്ഛനും അമ്മയും മക്കളൊക്കെ ഇരുന്നിട്ട് മണലെടുത്തിട്ട് അങ്ങനെ കളിക്കില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അപ്പോൾ ഒരു കഥ പറയും. ആ കഥ ഒരു റിലാക്സ് ഉണ്ടാക്കും. അവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഗ്രാമത്തിലൊരു മന്ത്രവാദിയുടെയോ ഏതെങ്കിലും ഒരു കഥ പറയുമ്പോൾ മണൽ താഴെയിട്ടു. മണൽ താഴെയിട്ട് പിന്നെ ഗൗരവം കുറച്ച് കൂടുമ്പോഴേക്ക് ഉറക്കം വന്നു, മണൽ വീണ്ടും കൊടുത്തു. ഇത് എല്ലാ പ്രഭാഷകർക്കും ഉണ്ടാകുന്നതാണ്. എനിക്കും അനുഭവമുണ്ട്. തമാശയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ ജനങ്ങനെ കേട്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ തത്വത്തിലേക്ക് എപ്പോൾ വരണോ കോട്ടുവായിട്ടു അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു വാച്ചിൽ നോക്കി. യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു മധുരം ഉണ്ട്. ആ മധുരം എന്താണ്? മധുര, ഈ മനുഷ്യജീവിതം മധുരം കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഇത് ആനന്ദമാണ്. അത് മധുരാപുരിയാണ്. അതിൽ നിന്നാണ് മധുര മീനാക്ഷി എന്ന പദം നാമം ഉണ്ടായത്. ഇപ്പം നമ്മൾ മധുരം എന്ന് വിചാരിക്കുന്നതല്ല യഥാർത്ഥ മധുരം. കുട്ടികൾ മിഠായി തിന്നാൻ ആഗ്രഹിക്കണം. വലിയ ആവേശത്തിൽ മിഠായി തിന്നു, മധുരം കിട്ടി. കിട്ടിയത് മധുരമാണെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെയും മിഠായി തിന്നണം തോന്നാൻ കാരണം എന്താ? കിട്ടിയത് മധുരമാണെങ്കിൽ മധുരം കിട്ടിയില്ലേ? കിട്ടി, ഫുൾ സ്റ്റോപ്പ്, പരിപൂർണതയിലെത്തിയില്ലേ? മധുരം എന്ന് വിചാരിച്ച് എന്തോ ഒന്ന് സങ്കല്പിച്ചു,
അത് ഈ മിഠായിയാണെന്ന് വിചാരിച്ചു, അത് തിന്നപ്പം നിരാശയാണ്. മധുരം ഇതിൻ്റെ അപ്പുറത്ത് എന്തോ ആണ്. ഇതെല്ലാം മധുരം. ആനന്ദലഹരി നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നു. ഈ പ്രപഞ്ച ജീവിതം ഒരു ലഹരിയാണ്. എല്ലാ ജീവജാലങ്ങളും ശിവശക്തി താണ്ഡവം ആടുന്നു, പാർവതി ലാസ്യം, എല്ലാ ജീവജാലങ്ങളും നൃത്തം ആടുന്നു. ഇതൊരു ലഹരിയാണ്. ലഹരി നമുക്കിഷ്ടമാണ്. അപ്പോൾ ആരോ പറഞ്ഞു ലഹരി കുപ്പിയിലാണെന്ന്. കഴിച്ചു നോക്കി, അത് ലഹരിയല്ല. എങ്കിൽ പിന്നെ ഒരു തവണ കഴിച്ചാൽ പോരെ. പിറ്റേ ദിവസം കഴിക്കേണ്ടി വരുന്നത് ഈ കഴിക്കുന്നതല്ല ലഹരി, ഇതിൻ്റെ അപ്പുറത്തെ ഒന്നാണ്. ഇതിനെ വ്യക്തമാക്കാൻ നമുക്ക് നല്ലൊരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. ഒരു ലഡു ഒരിടത്ത് കൊണ്ടുവന്ന് വെച്ചാൽ എത്ര ഇറുമ്പ് പൊതിയും? ഒരു ശർക്കരയുടെ അച്ച അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇറുമ്പ് വരുമല്ലോ. വൻ നഗരങ്ങളിൽ ആയിരക്കണക്കിന് ലഡു കൂട്ടിയിരുന്നു ഉത്സവവേളകളിൽ. അപ്പോൾ നമ്മളെ ചിദംബരം, കാഞ്ചീപുരം അവിടെയൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയാണ്, ഉത്സവ സീസണിൽ ലഡു ഇങ്ങനെ കൂട്ടിയിട്ട് വിൽക്കുകയാണ്. ആ സംസ്ഥാനത്തെല്ലാം മുഴുവൻ എറുമ്പും വരണമല്ലോ ഈ മണം അടിച്ചിട്ട്. പക്ഷേ ലഡു രക്ഷപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ലഡുവിൻ്റെ ചുറ്റും ആ കച്ചവടക്കാർ ശർക്കരയുടെ ഒരു പൊടി വെതറും റൗണ്ടായിട്ട്. ശർക്കരയുടെ പൊടി വിതറുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, ലഡുവിൻ്റെ ഗന്ധം മനസ്സിലാക്കിയിട്ട് എറുമ്പുകൾ ഓടി വരും. എന്താ ലഡുവിൻ്റെ ഗന്ധം! ശർക്കരയുടെ അടുത്തെത്തുമ്പോൾ അതാണ് ഇതെന്ന് വിചാരിച്ച അവിടെ വെക്കും. അത് ശരി, അത് ഇതാണ്. ശരിക്കിത് ശർക്കരയാണ്, ലഡുവിൻ്റെ ഗന്ധം ആലോചിച്ചാണ് വരുന്നത്. പക്ഷേ ശർക്കരയുടെ അവിടെ നിന്നു അപ്പുറത്തേക്ക് പോയില്ല. ജീവിതത്തിലെ വലിയ ആനന്ദം എന്ന് പറയുന്നത് കുറച്ച് ആഹാരം കഴിക്കുക, സകല ജീവജാലങ്ങളെയും കൊന്നു തിന്നുക, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുക, പൈസ ഒരിടത്ത് കൂട്ടി വയ്ക്കുക. ഇതാണ് ഈ ശർക്കരപ്പൊടിയുടെ അടുത്ത് നിൽക്കൽ. ഇത് കടന്ന് യഥാർത്ഥ ആനന്ദം ഇതിൻ്റെയും അപ്പുറത്താണ് എന്ന ചിന്ത ഉണ്ടാകണം. അപ്പോൾ മധുരം എന്ന് പറയുന്നത് യഥാർത്ഥ മധുരം, തത്വചിന്താപരമായ മധുരം ആണ്. ഒരു സുഹൃത്ത് പറഞ്ഞതാണ്, എനിക്ക് ഏറ്റവും വലിയ ലഹരി കിട്ടണം ലളിതാ സഹസ്രനാമം വായിക്കുമ്പോൾ. അത് അത്ര വലിയ മദ്യപാനത്തിൻ്റെയും ലഹരി വസ്തുവിൻ്റെയും അപ്പുറത്തെ ലഹരിയാണ്. കാരണം ആ ലളിതാ സഹസ്രനാമം വായിക്കുമ്പോൾ പരാശക്തിയെ 1000 ഏങ്കളിൽ കീർത്തിക്കുകയാണ്. സത്യപ്രസാദിനി, സാക്ഷിവർജിത, ആ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ ഉയരുകയാണ്. ഇപ്പോൾ ശർക്കരപ്പൊടിയുടെ അടുത്ത് നിൽക്കുന്ന എറുമ്പുകളെ പോലെയാണ് നമ്മുടെ സ്ഥിതി. യഥാർത്ഥത്തിൽ ശർക്കരപ്പൊടിയല്ല, ഇത് കടന്നാൽ ഇതിൻ്റെ അപ്പുറത്ത് വലിയൊരു ലഡുവിൻ്റെ പർവ്വതം ഉണ്ട്. ഇതേപോലെ ഏറ്റവും വലിയ മനഃശാന്തിയുടെയും സന്തോഷത്തിൻ്റെയും ഒരു പർവ്വതമുള്ളത് കാണാതെ നിസ്സാര കാര്യങ്ങളെ നോക്കി നാം ഭ്രമിക്കുകയല്ലേ ചെയ്യുന്നത് എന്ന് ചിന്തിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. സർക്കസ് ഉണ്ട്, സ്കിറ്റ് ഉണ്ട്. ഗ്രാൻഡ് മാജിക്കൽ സർക്കസ് വെള്ളി ശനി ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക്.
ഇന്ന് പരശുരാമ ദ്വാദശി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് പരശുരാമ ജയന്തിയെക്കുറിച്ച് നാം പറഞ്ഞത്. അപ്പോൾ ദ്വാദശിക്ക് എന്താണ് പ്രത്യേകത എന്ന് മനസ്സിലാക്കണം. ഈ ദിവസം ജമദഗ്നി വ്രതം എന്നുകൂടി അറിയപ്പെടാറുണ്ട്. യഥാർത്ഥത്തിൽ പരശുരാമനെ ജമദഗ്നേയ എന്നും വിശേഷിപ്പിക്കാറുണ്ടല്ലോ. എന്നാൽ ഈ വ്രതത്തിൻ്റെ പുണ്യം എന്തെന്ന് പറയുന്നതിന് മുൻപ് ഈ വ്രതം അനുഷ്ഠിച്ചത് ആരെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വ്രതം യഥാവിധി അനുഷ്ഠിച്ച 2 പേരിൽ ഒരാൾ ദശരഥനാണ്, മറ്റൊരാൾ വസുദേവരും. ദശരഥൻ ഈ വ്രതം അനുഷ്ഠിച്ചപ്പോൾ അദ്ദേഹത്തിന് ശ്രീരാമചന്ദ്രനെ പോലെയുള്ള പുത്രനെ ലഭിച്ചു. വസുദേവർ ഈ വ്രതം അനുഷ്ഠിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്നത്തെ പ്രശ്നങ്ങൾ, തടവറയിൽ കഴിഞ്ഞിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് മുഴുവനും മോചനം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു പുത്രൻ അദ്ദേഹത്തിന് ലഭിച്ചു. 2 പേർക്കും വൈഷ്ണവ സാന്നിധ്യമുള്ള കുഞ്ഞുങ്ങൾ ജനിച്ചു എന്നർത്ഥം. വൈഷ്ണവ അവതാരം തന്നെ വന്ന് പിറവി കൊണ്ടു. അതായത് ആരാണോ പരശുരാമ ദ്വാദശിയുടെ വ്രതം അനുഷ്ഠിക്കുന്നത് അവർക്ക് സത്സന്താന ലബ്ധി ഉണ്ടാകുന്നു. അതായത് പുണ്യമായ ആത്മാക്കളിൽ നിന്ന് ലഭിക്കുന്ന ചൈതന്യത്തോടു കൂടി വൈഷ്ണവ സാന്നിധ്യത്തോടു കൂടിയുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുന്നുവെന്നും അവരാൽ മാതാപിതാക്കൾ കീർത്തിമാന്മാരായി മാറുകയും ചെയ്യുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ആന്ധ്രാപ്രദേശിലും മറ്റും പഴയ മാഹിഷ്മതിയുടെ തീരങ്ങളിലുള്ള പ്രദേശങ്ങളിലുള്ളവരെല്ലാവരും തന്നെ ഈ ഒരു വ്രതം വളരെ നിഷ്ഠയോടുകൂടി ഇന്നും അനുഷ്ഠിക്കാറുണ്ട്. തടാകജലവുമായി ബന്ധപ്പെട്ടുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടുകയും, അതായത് അതുകൊണ്ട് അഭിഷേകം നടത്തുകയും, അതല്ലെങ്കിൽ കുടത്തിനുള്ളിലെടുത്ത ജലത്തിനുള്ളിൽ പരശുരാമ വിഗ്രഹ പ്രതിഷ്ഠ നടത്തി ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് പരശുരാമ ദ്വാദശിക്ക് ഉള്ളത്. അത് ആന്ധ്രാപ്രദേശിലെയും അതുപോലെ അങ്ങനെയുള്ള തെലുങ്ക് സംസ്ഥാനങ്ങളിലെയും ഒക്കെ കാര്യമാണ്. എന്നാൽ കേരളത്തിൽ പരശുരാമൻ എന്ന് പറയുന്നപ്പോഴും കേരള സൃഷ്ടി നടത്തിയ ആളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വിശ്വാസങ്ങളാണ് നമുക്ക് കൂടുതലും ഉള്ളത്. പരശുരാമ ദ്വാദശിയുടെ ഈ നാളിൽ നമുക്ക് പറയുവാനാകുന്നത് ഈ പ്രകൃതി നമുക്ക് നൽകിയതിനുള്ള നന്ദി മാത്രമാണ്. കടലിനടിയിൽ ഇങ്ങനെ ഒരു ദേശം, ആ ദേശത്തെ പുറത്തേക്ക് കൊണ്ടുവരികയും മുറത്തിൻ്റെ ആകൃതിയിൽ ഈ ദേശം ശൂർപ്പാരകം എന്നറിയപ്പെടുകയും ഇവിടെ മലകളുണ്ടാവുകയും പുഴകളുണ്ടാവുകയും ഒക്കെ ചെയ്തതിന് കാരണമായി നാം വിശ്വസിക്കുന്നത് പരശുരാമനെയാണ്. കാരണം ആദ്യകാലത്ത് ഉപ്പുരസമുള്ള ഈ ഭൂമി മനുഷ്യവാസയോഗ്യമല്ലായിരുന്നു. ഇത് നാം പലതവണ ഉദയമൃത്തിൽ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യവാസയോഗ്യമല്ലാത്ത ഈ പ്രദേശത്തിന് എന്ത് ചെയ്യണമെന്നറിയാതെ പരശുരാമൻ നേരെ കൈലാസത്തിലേക്കാണ് ചെന്നത്. അവിടെ മഹാദേവൻ ഉപദേശിക്കുന്നു വാസുകിയോട് സഹായം ചോദിക്കുവാൻ. വാസുകിയോട് സഹായം ചോദിച്ചാൽ വാസുകി തീർച്ചയായും ഈ ഭൂമിയിൽ വന്ന് ആ ഒരു ഭൂമിയെ ഉർവരമാക്കി തരുമെന്ന് പരശുരാമന് നിർദ്ദേശം ലഭിക്കുകയാണ് തൻ്റെ ഗുരുവായ മഹാദേവനിൽ നിന്ന്. അങ്ങനെ പരശുരാമൻ കേരളത്തിലേക്ക് എത്തുകയും ഇവിടെ എത്തി വാസുകിയെ ധ്യാനിക്കുകയും ചെയ്യാണ്. വാസുകി അങ്ങനെ നാഗങ്ങളോടെല്ലാം അഷ്ടനാഗങ്ങളോടൊപ്പം ഇവിടേക്ക് എത്തുന്നു. തങ്ങളുടെ ഉച്ഛ്വാസവായു കൊണ്ട് ഈ ഭൂമിയെ ഉർവര ഭൂമിയാക്കി തരാമെന്ന് വാക്ക് നൽകുകയും അങ്ങനെ നാഗങ്ങളെല്ലാം എത്തിച്ചേർന്ന് ഈ ഭൂമിയെ ഉർവര ഭൂമിയാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇന്നും ഈ ഭൂമി ദൈവത്തിൻ്റെ സ്വന്തം നാടാകുന്നുവെങ്കിൽ അതിനൊരു കാരണം നാഗദൈവങ്ങളാണ് എന്ന് മനസ്സിലാക്കാം. അന്ന് തന്നെ ഇവർക്ക് പാർക്കുവാൻ, അന്ന് ഇവിടേക്ക് വന്നു തരുന്ന നാഗ സമൂഹത്തിന് പാർക്കുവാനായി കാവുകൾ നിശ്ചയിക്കുകയും ആ കാവുകൾ എല്ലാ കാലത്തും സംരക്ഷിക്കപ്പെടുകയും മാത്രമല്ല വന്നു കയറി പാർത്ത ജനങ്ങളോട്, ഇവിടെ ആദ്യ ദ്രാവിഡന്മാർ ആദ്യമേ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. മലയോട് ചേർന്ന മക്കൾ ആദ്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ മക്കൾക്ക് എല്ലാ നന്മകളെയും പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് മാഹിഷ്മതിയുടെ തീരത്ത് നിന്ന് അദ്ദേഹം ജനങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നത്, വേദ പണ്ഡിതന്മാരെ ഇവിടേക്ക് കൊണ്ടുവന്നു. താൻ ഉപദേശിച്ചു കൊടുക്കുന്നതെല്ലാം ഇവിടുത്തെ ജനതയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഒരു ജനസമൂഹത്തെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നും ചരിത്രമുണ്ട്. അങ്ങനെ കൊണ്ടുവന്നവരോട് നിഷ്കർഷിച്ചൊരു പ്രധാന കാര്യം കാവുകൾ തീണ്ടരുത് എന്നായിരുന്നു. കാവുകളിൽ നാഗദൈവങ്ങൾ വസിക്കട്ടെ എന്നായിരുന്നു. അന്ന് നാഗദൈവങ്ങൾ വസിച്ചിരുന്ന കാലത്ത്, കാവുകൾ തീണ്ടാതിരുന്ന കാലത്ത് ഭൂമിക്ക് അതിൻ്റെതായ, പ്രകൃതിക്ക് അതിൻ്റെതായ എല്ലാ പ്രത്യേകതകളും നന്മകളും ഉണ്ടായിരുന്നു. മഴ പെയ്യേണ്ട കാലം മനുഷ്യനും പ്രകൃതിക്കും അറിയാമായിരുന്നു, അത് പെയ്യുക തന്നെ ചെയ്യുമായിരുന്നു. പുഴ നിറഞ്ഞൊഴുകേണ്ട കാലം പ്രകൃതിക്ക് അറിയാമായിരുന്നു, അതങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു. നാഗദൈവങ്ങളെ കുടിയിരുത്തി നാഗങ്ങളെ കാക്കണമെന്ന്, കാവ് തീണ്ടരുത് എന്ന് പഠിപ്പിച്ചു തന്ന മുതിർന്ന തലമുറയെ ഉപദേശിച്ചത് പരശുരാമനാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഈ ദിവസം പരശുരാമ ദ്വാദശി, അത് വ്രതപുണ്യം നിറയുന്ന ദിവസമാണ്, പലതരം ആചാരങ്ങളുണ്ട്. എന്നാൽ ഇന്ന് നമുക്ക് ഈ ദിവസത്തെ നാഗദൈവങ്ങളെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ആഘോഷിക്കാം. നാഗദൈവങ്ങൾ വന്ന് വിളങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ പ്രകൃതിയിലെ സകല ദൈവങ്ങളെയും ഉണർത്തുവാൻ, നാഗദൈവങ്ങളെ പ്രത്യേകിച്ച് പ്രീതിപ്പെടുത്തുവാൻ പുള്ളുവൻ്റെ വീണയ്ക്കാണാകുന്നത്. ആ സംഗീതത്തിൽ സ്വയം മറന്ന് പരശുരാമ ദ്വാദശിയുടെ പ്രത്യേകതകളെല്ലാം മനസ്സിലേക്ക് ഉണർത്തിക്കൊണ്ടുവരാം. ബ്രാഹ്മണി പാടും പാട്ടമ്പലമ്പിലെ പട്ടന്മാരൂട്ടുന്ന ൂട്ടമ്പലം അമ്പലത്തിൻ്റെ തിരുനടയിൽ അമ്മേ
അൻപനം കൂട്ടിയ ദീപ സംഭം ആയിരം താളത്തിൽ കാലപ്പൊലിയുണ്ട് തീയാട്ടും പാട്ടും ഒരു തീയാട്ടും പാട്ടും ഒരു ഉണ്ടമ്മയ്ക്ക് കർപ്പൂര ധൂപത്തായി ധ്യാനമുണ്ട് അമ്മേ ഭഗവതി കാളി മഹിഷി ശ്രീഭദ്രേ അൻപോൾ ജഗത്തിൻ്റെ മായേ സർവേശ്വരി ആദിപരാശക്തി തമ്പുരാട്ടി ശങ്കാവിഹീനം ശശാങ്കന ചൂടുന്ന ശങ്കരി കുമ്പിടുന്നേ സർവലോകേശ്വരി കാരുണ്യവാരിസേ ഗർവവിനാശിനി ശ്രീഭദ്രേ ഭഗവതി ദേവി മൂകാംബികേ പാഹിമാം പാർവതി നാവിന്മേൽ സ്തുതി പുള്ളുവ വീണയിൽ നിന്ന് ഉയരുന്ന സംഗീതം നാം മറന്നുകൂടാ. പുള്ളുവൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വരികളും നാം മറന്നുകൂടാ. അതിൽ നമ്മുടെ വേരുകളുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ പരശുരാമ ദ്വാദശിയുടെ ഈ നാളിന് ആചാരങ്ങളെക്കാൾ അപ്പുറത്തെ ഒരു പ്രത്യേകത നാം മനസ്സിലാക്കുകയാണ്. കേരളം കേരളമായി തന്നെ തുടരണ്ടേ? കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടായിരിക്കണ്ടേ എല്ലാ കാലത്തും? അതാകണമെങ്കിൽ ഈ പോക്ക് ഇങ്ങനെ പോയാൽ മതിയാകില്ല. നാം ചിന്തിക്കേണ്ടതുണ്ട്. വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, പ്രത്യേകിച്ച് ക്ഷേത്ര വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് കൂടുതലും ഉദയാമൃതത്തിൻ്റെ കാഴ്ചകളിൽ ഒത്തുചേരുന്നത്. നമുക്ക് എന്തൊക്കെ ചെയ്യുവാനാകുമെന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഒരുപാട് ചെയ്യാനുണ്ട്.
മരങ്ങൾ നട്ടുപിടിപ്പിച്ചു. ക്ഷേത്രങ്ങളിൽ നക്ഷത്രവനങ്ങൾ ഉണ്ടാക്കിയും എള്ള്, നാളികേരം തുടങ്ങിയ അതുപോലെ തന്നെ നെല്ല് ഒക്കെയും ക്ഷേത്രത്തിന് വേണ്ടത് ക്ഷേത്രത്തിൻ്റെ ഭൂമികളിൽ തന്നെ കൃഷി ചെയ്തും അല്ലെങ്കിൽ കൃഷിഭൂമികൾ അല്പം കാലത്തേക്കെങ്കിലും പാട്ടത്തിന് സ്വന്തമാക്കി അവിടെ കൃഷി ചെയ്ത് അതിൽ നിന്നുണ്ടാകുന്ന നന്മയുടെ വിത്തുകൾ മാത്രമേ തിരുനടയിൽ സമർപ്പിക്കുകയുള്ളൂ എന്നുമൊക്കെ നാം തീരുമാനിച്ചാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനാകും. ഇതൊരു പ്രേരണയായി തീർച്ചയായും കരുതണം. കാലം വൈകിയാണ് നാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനിയും വൈകിയാൽ അപകടങ്ങളിലേക്ക് ചെന്നെത്തുവാൻ അധിക ദൂരമില്ല. അതുകൊണ്ട് ചിന്തിക്കുക. പരശുരാമ ദ്വാദശിയുടെ ഈ നാളിൽ അങ്ങനെ ഒരു ഉണർത്തുപാട്ട്. കേരളം വീണ്ടും ഒരിക്കൽ സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വന്ന ഈ ദേശം വീണ്ടും സമുദ്രത്തിലേക്ക് പോകുവാൻ പോകുന്നു എന്ന് ചില പഠനങ്ങൾ കാണിക്കുന്നു. 33 വർഷങ്ങൾക്കുള്ളിൽ കേരളത്തെ സമുദ്രം വിഴുങ്ങുമത്രേ. അങ്ങനെ വിഴുങ്ങാതിരിക്കണമെങ്കിൽ വീണ്ടും പരശുരാമൻ തന്നെ വരേണ്ടി വരും. വിഴുങ്ങിപ്പോയ ദേശത്തെ വീണ്ടും പുറത്തേക്ക് കൊണ്ടുവരുവാൻ പരശുരാമൻ ശ്രമിക്കേണ്ടി വരും. പക്ഷേ അദ്ദേഹം തന്ന ആ ദേശം അതുപോലെ തന്നെ സൂക്ഷിക്കുവാനുള്ള ശ്രദ്ധ നമുക്ക് വേണം. സമുദ്രം വിഴുങ്ങിപ്പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഇനി ഈ ദ്വാദശി നാളിൽ പരശുരാമ ക്ഷേത്ര ദർശനം വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് കഴിഞ്ഞ പരശുരാമ ജയന്തി നാളിൽ നാം കണ്ടത് തിരുവല്ലത്തെയും അതുപോലെ തന്നെ തൃക്കാരൂരിലെയും കാഴ്ചകളാണ്. ഇതുകൂടാതെ കേരളത്തിലെ പ്രസിദ്ധമായൊരു ക്ഷേത്രത്തിൽ പരശുരാമ സാന്നിധ്യമുണ്ട്. ആ കാഴ്ച കാണണമെങ്കിൽ തീർച്ചയായും ചെല്ലേണ്ടത് വടക്കുനാഥ ക്ഷേത്ര സന്നിധിയിലാണ്. ഇതാണ് പരശുരാമ സന്നിധി. ഈ സന്നിധിയിലെത്തുമ്പോൾ നാം മനസ്സിലാക്കുന്നു, ഇവിടെ നമുക്ക് വിഗ്രഹങ്ങളോ മറ്റു രൂപങ്ങളോ ഒന്നും കാണുവാനാകുന്നില്ല. കരിങ്കല്ലിലുള്ള ഒരു സ്തൂപം മാത്രം കാണുന്നു. വിഗ്രഹങ്ങളേതുമില്ലാത്ത ഭാവിയുടെ അല്ലെങ്കിൽ സങ്കല്പത്തിൻ്റെ ഏറ്റവും ഒരു ശക്തമായ പ്രതീകമാണ് പരശുരാമൻ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇവിടെ വിഗ്രഹരൂപം നമുക്ക് കാണുവാനാകാത്തത്. എന്നാൽ വടക്കുനാഥ ക്ഷേത്രം എന്ന ഇത്ര മനോഹരമായൊരു ക്ഷേത്രം നമുക്ക് ലഭിച്ചത് പരശുരാമൻ്റെ തപസ്സുകൊണ്ടാണ് എന്ന്, അല്ലെങ്കിൽ കേരളം ഒരു ഉത്തമ ദേശമായിരിക്കണം എന്ന് എന്നും സ്വപ്നം കണ്ടിരുന്ന ആ മഹത് വ്യക്തിയുടെ സ്വപ്നങ്ങൾക്കനുസരിച്ചുള്ള സഞ്ചാരമാണ് കേരളത്തെ അല്ലെങ്കിൽ കേരളീയനെ എന്നും അഭിമാനത്തോടുകൂടി തൻ്റെ പൈതൃകത്തെ ഓർമ്മിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് എന്നും നാം അറിയണം. അതുകൊണ്ട് തന്നെ പരശുരാമ സന്നിധിയിൽ എത്തുമ്പോൾ അകമഴിഞ്ഞ നന്ദിയോടുകൂടി ഈ കേരളം നമുക്കിങ്ങനെ തന്നതിന്, അതിൽ തന്നെ ഇത്ര മഹത്തരമായ ക്ഷേത്രങ്ങൾ നമുക്ക് നൽകിയതിന് എന്നെന്നും നന്ദി പറഞ്ഞുകൊണ്ട് ശിരസ് നമിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. ഇനിയുള്ള ജന്മമുണ്ടെങ്കിലും കേരളീയനായി തന്നെ ജനിക്കണമേ, മലയാളിയായി തന്നെ പിറക്കണമേ എന്ന് ഇവിടെ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല സന്ദേശങ്ങൾ നൽകുവാനായി ഒരു ദിവസം പരശുരാമ ദ്വാദശിയായും രുക്മിണി ദ്വാദശിയായും ഒക്കെ നമുക്ക് മുന്നിലെത്തിയപ്പോൾ ഓരോ ദിവസത്തിൻ്റെ പിന്നിലെയും ഇത്തരം വിശ്വാസങ്ങളെ അറിഞ്ഞു കഴിഞ്ഞാൽ നാം മനസ്സിലാക്കുന്ന പരമമായൊരു സത്യമുണ്ട്. ഹൈന്ദവ വിശ്വാസങ്ങൾ എപ്പോഴും മണ്ണിനെയും മരത്തെയും മലയെയും മഴയെയും സ്നേഹിക്കുവാനും ആരാധിക്കുവാനും പ്രേരിപ്പിക്കുന്നതാണ്. ആദ്യത്തിനെ പൂജിക്കുവാൻ പ്രേരിപ്പിക്കുന്നതാണ്. അതെ, തിരിച്ചറിവുകൾ ഉണ്ടാകട്ടെ നമുക്ക്. നമ്മുടെ മതത്തെ, നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഈ പ്രകൃതിയെ ചേർത്ത് പിടിക്കാനാകട്ടെ. ഈ പ്രകൃതി എന്നത് വലിയ വരദാനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനാകട്ടെ. അങ്ങനെ എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഈ ദിവസവും പതുപോലെ വിടവാങ്ങുകയാണ്. നമസ്കാരം.